ഗലാത്യ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവധി ചുമക്കും. ഒരു സ്ഥലം സഭയെ ഛിന്നഭിന്നമാക്കുന്ന ആൾ ഉപദേശപരമായിട്ടോ ജാതീയപരമായിട്ടോ വിഘടനങ്ങൾ പരമായിട്ടോ സൗന്ദര്യങ്ങളുടെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ ഏതൊക്കെ നിലകളിൽ ഒരു സഭയെ കലക്കുന്നുവോ, ഒരു കുടുംബത്തെ കലക്കുന്നുവോ, അവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും എന്ന് ദൈവം മുൻകൂട്ടി പറയുകയാണ്. നാം വളരെ നിസ്സാരമായി തോന്നുന്ന ചില വാക്കുകളായിരിക്കാം അത് മറ്റൊരു യുവ സഹോദരനെതിരെയോ സഹോദരിക്കെതിരെയോ പറയുന്നത് കൊണ്ട് ആ സഹോദരൻ കൂടി വരുന്ന സഭ ശിഥിലമാകുകയാണെങ്കിൽ, അവനെ പഠിപ്പിക്കുന്ന ദുരുപദേശം കൊണ്ട് ആ സ്ഥലം സഭ ശിഥിലമാകുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവൻ ശിക്ഷാവധി ചുമക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചു തീർക്കും. ആകയാൽ വളരെ ജാഗ്രതയോടെ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ജയിക്കാം. നമ്മൾ മുഖാന്തരം ആർക്കും ഒരു കലക്കമുണ്ടാകുവാനോ കലഹമുണ്ടായി പ്രയാസങ്ങൾ ഉണ്ടാകുവാനോ ഇടയാകാതെ നമ്മുടെ ജീവിതത്തെ സ്വയം നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.